നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ 4 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായല്ലോ. ഇപ്പോൾ കിരീട സാധ്യതയിൽ മുന്നിൽ ആരാണ്? നമ്മുടെ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. പവർ റാങ്കിങ്ങിൻ്റെ എപ്പിസോഡ് നമ്പർ 5. അതായത് കളികൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യ പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോന്ന് അവതരിപ്പിച്ചു. ഇതാ 4ാം റൗണ്ട് കഴിയുമ്പോൾ 5ാമത്തെ എപ്പിസോഡുമായിട്ട് നമ്മൾ രംഗത്ത് വരുന്നു. പ്രിയ സുഹൃത്തുക്കൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മൾ IPLൽ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് പോയിൻ്റ് പട്ടികയല്ല. പുതുതായിട്ട് ചേർന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത് പോയിൻ്റ് പട്ടികയല്ല. ഓരോ ടീമിൻ്റെയും നിലവിലെ പെർഫോമൻസും അവരുടെ പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റിയും അവരുടെ ഇനിയുള്ള മത്സരങ്ങൾ ആരോടൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അപഗ്രഥിച്ച് നമ്മൾ അവതരിപ്പിക്കുന്ന കിരീട സാധ്യത സൂചികയാണ് യഥാർത്ഥത്തിൽ ഈ പവർ റാങ്കിങ്. ഓരോ കളിക്ക് ശേഷവും ഓരോ റൗണ്ടിന് ശേഷവും ഇതിൽ മാറ്റം വരും. അപ്പോഴത്തെ പെർഫോമൻസും കാര്യങ്ങളുമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ പോയിൻ്റ് പട്ടിക ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കളിച്ച എല്ലാ കളിയും വിജയിച്ച് 8 പോയിൻറ്റോടെ രാജസ്ഥാൻ റോയൽസാണ് ഇപ്പോൾ 1ാമത്. PBKs കളിച്ച കളികളൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഒരു കളി മഴ പെയ്തു പോയത് തിരിച്ചടിയായിട്ട് 1 പോയിൻ്റ് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. 7 പോയിൻറ്റോടെ അവർ 2ാമതാണ്. RCB കളിച്ച 4 കളികളിൽ ഒറ്റ കളിയിലാണ് തോറ്റത്. വൈഭവ് സൂര്യവംശി അടിയ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റു എന്നതൊഴികെ ബാക്കിയെല്ലാം ജയിച്ചു. 6 പോയിൻറ്റോടെ RCB 3ാമത്. DC, GT, LSG ടീമുകൾക്ക് 4 വീതം പോയിൻറ്റുകളാണ് ഇപ്പോഴുള്ളത്. 4 കളി കഴിഞ്ഞിട്ട് 4 വീതം പോയിൻറ്റുകൾ. അവരുടെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ DC 4ാമതും GT 5ാമതും LSG 6ാമതും നിൽക്കുന്നു. തൊട്ടുപുറകിൽ 2 പോയിൻറ്റുമായിട്ട് SRHും MIയും CSKയും നിൽക്കുകയാണ്. ഇവരുടെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ SRH 7ാമതും MI 8ാമതും CSK 9ാമതുമാണ്. എന്നാൽ KKR ഇതുവരെ കളിച്ച ഒറ്റക്കളിയും ജയിച്ചിട്ടില്ല. മഴ പെയ്ത് കിട്ടിയ 1 പോയിൻ്റ് മാത്രമാണ് അവർക്കുള്ളത്. 4 കളി 1 പോയിൻ്റ്. അവർ 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതാണ് പോയിൻ്റ് പട്ടിക. ഇനി നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നു. പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്ത് KKR. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ KKR ഉണ്ടായിരുന്നത് 9ാം സ്ഥാനത്താണ്. ശ്രദ്ധിക്കുക, കളി ആരംഭിക്കുന്നതിന് മുമ്പുള്ള പവർ റാങ്കിങ്, അതിനു മുമ്പ് ആഫ്റ്റർ ഓപ്ഷൻ ഒരു പവർ റാങ്കിങ് നമ്മൾ ഇട്ടിരുന്നു. അന്ന് 5ാമതാണ് KKR ഉണ്ടായിരുന്നത്. കിടിലൻ സൈനിങ് ഒക്കെ നടത്തിയിട്ട് പതിരാന, മുസ്തഫീസുർ റഹ്മാൻ, പിന്നെ അതുപോലെ തന്നെ അവരുടെ റാണ, ഹർഷിദ് റാണ, അങ്ങനെ മികച്ച ബൗളിംഗ് ഉണ്ടായിരുന്നു. ആകാശ് ദീപ് ഒക്കെ പോയി, എല്ലാം പോയി. ഇപ്പോൾ പതിരാന റീജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഓപ്ഷൻ 5ാമതുണ്ടായിരുന്ന ടീം ഈ ബൗളേഴ്സിൻ്റെ മിസ്സിങ് കാരണം ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ ഫസ്റ്റ് പവർ റാങ്കിങ്, ഇത്തവണത്തെ ടൂർണമെൻറ്റിന് തൊട്ട് മുമ്പുള്ള ആദ്യ പവർ റാങ്കിങ്ങിൽ അവർ 7ാമതായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിക്ലൈനിങ് ആണ്. കഴിഞ്ഞ പവർ റാങ്കിൽ അവർ 9ാമതായിരുന്നു. ഈ പവർ റാങ്കിൽ അവർ 10ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. KKRനെ സംബന്ധിച്ചിടത്തോളം ബൗളിംഗ് തന്നെയാണ് വലിയ ഇഷ്യൂ ആയിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവർ കളിച്ച കളി എന്ന് പറഞ്ഞാൽ അവർ LSGയോട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അന്നത്തെ കളി യഥാർത്ഥത്തിൽ മുകുൾ ചൗധരിയുടെ വെടിക്കെട്ടിലാണ് അവരുടെ കയ്യിൽ നിന്ന് പോയത് എന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും ആ താരത്തിൻ്റെ അടിക്ക് തടയിടാൻ അവരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ബൗളിങ്ങിൽ അവർക്ക് കാര്യങ്ങൾ പ്രശ്നമാണ്. ഇനി അതിനൊരു പരിഹാരമാകുമോ? അടുത്ത മത്സരം ഇപ്പോൾ നാളെയാണ് നടക്കുന്നത്. അത് CSKക്കെതിരെ ചെപ്പോക്കിലാണ്. ചെപ്പോക്കിനെ നന്നായിട്ടറിയാവുന്ന പതിരാന തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സാധ്യതയില്ലേ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ബൗളിംഗ് പ്രശ്നം അവരെങ്ങനെ പരിഹരിക്കും? അത് പരിഹരിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇനി പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തേക്ക് SRH ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ SRH ഉണ്ടായിരുന്നത് 8ാം സ്ഥാനത്താണ്. അവിടെ നിന്ന് അവരൊരു സ്ഥാനം കൂടി താഴേക്ക് പോയി 9ാം സ്ഥാനത്തായി. SRH നമ്മുടെ ഓപ്ഷന് ശേഷമുള്ള പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തും കളി തുടങ്ങുന്നതിന് മുമ്പുള്ള പവർ റാങ്കിങ്ങിൽ അതേ സ്ഥാനം നിലനിർത്തുകയും ചെയ്തതാണ്. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം അവർക്കും ഉണ്ട്, ബൗളിംഗ് പ്രശ്നം. ബൗളിംഗ് പ്രശ്നം പരിഹരിക്കപ്പെടാൻ പാറ്റ് കമിൻസ് വന്നേ പറ്റൂ എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റമൂലി പാറ്റ് കമിൻസ് എന്ന രൂപത്തിലാണ് അവരുടെ ആരാധകർ കാണുന്നത്. താരം അധികം വൈകാതെ റീജോയിൻ ചെയ്തേക്കും എന്നാണ് വിവരം. എന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ കളി നോക്കുക, അവർ PBKസിനോട് പരാജയപ്പെടുമ്പോൾ
SRH 219 റൺസ് അടിച്ചിട്ട് അവർക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ 18.5 ഓവറുകളിൽ അത് PB കേസ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം SRHൻ്റെ ബൗളിംഗ് അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെന്ത് പരിഹാരം എന്നുള്ളത് ഇനിയും അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കാം പാറ്റ് കമ്മിൻസിൻ്റെ വരവോടെ കാര്യങ്ങൾ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ. 8ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ വലിയ നിരാശ. ഓപ്ഷൻ കഴിഞ്ഞ പാടെ നമ്മുടെ പവർ റാങ്കിങ് ഉണ്ടായിരുന്നു. അന്ന് മുംബൈ ഇന്ത്യൻസ് 2ാമതാണ്. ടൂർണമെൻറ്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മളിട്ട പവർ റാങ്കിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് 2ാമതാണ്. ടൂർണമെൻറ്റ് തുടങ്ങി ആദ്യ മത്സരം കഴിയുമ്പോൾ മുംബൈ ഇന്ത്യൻസ് 2ാമതാണ്. അതിനുശേഷം പിന്നെ അവർ പടിപടിയായി താഴേക്ക് പോയി. 2ാം റൗണ്ട് കഴിയുമ്പോൾ അവർ 4ാം സ്ഥാനത്തേക്ക് വീണു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ ഈ പറഞ്ഞ പോലെ 6ാം സ്ഥാനത്ത് ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇതാ 8ാം സ്ഥാനത്തേക്ക് വീണ്ടും വീണിരിക്കുന്നു. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് മുംബൈയുടെ പ്രശ്നം? അതിനുത്തരം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഹാർദിക് പാണ്ഡ്യ ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത്. ചില റീതിങ്കിങ്ങുകൾ ആവശ്യമാണ് എന്ന്. നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യുക, നല്ല രൂപത്തിൽ ബൗൾ ചെയ്യുക, അങ്ങനെ വന്നാൽ ടോസിൻ്റെ പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ തൻ്റെ ടീമിനെ വിജയിച്ച് കയറാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, അമ്മാതിരി ടീം അവർക്കുണ്ട്. കിടിലൻ ബാറ്റിംഗ് നിരയും കിടിലൻ ബൗളിംഗ് നിരയുമുണ്ട്. എന്നിട്ട് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അതൊരു റീതിങ്കിങ് ആവശ്യമായ കാര്യം തന്നെയാണ്. കോമ്പിനേഷനുകൾ മാറ്റേണ്ടതുണ്ടോ? ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്നലെ അവർ RCBയോട് പരാജയപ്പെട്ടത് 18 റൺസിന് വാങ്കഡയിൽ അവർ പരാജയപ്പെടുന്ന കാഴ്ച. ഈ 18 റൺസ് എന്ന രൂപത്തിലേക്ക് അത് ചുരുങ്ങാൻ തന്നെ കാരണം ഷെർഫേൻ റുദർഫോർഡിൻ്റെ അവസാന ഘട്ടത്തിലെ 6 അടി ആഘോഷമാണ്. അതാണ് മാർജിൻ കുറച്ചത്. അല്ലെങ്കിൽ നെറ്റ് റൺ റേറ്റിന് വലിയ ഡാമേജ് കിട്ടുകയും ചെയ്തേനെ. ഏതായാലും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വിൽ ജാക്സ് വരാത്തതുകൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വിൽ ജാക്സ് അല്ലാതെ തന്നെ ഒരു പിടി മികച്ച താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട്. ഇനി പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് CSK. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ CSK 10ാമതായിരുന്നു. നമ്മുടെ ഓപ്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളിട്ട പവർ റാങ്കിങ്ങിൽ CSK 7ാമതായിരുന്നു. അതേ സ്ഥാനത്തേക്ക് അവർ മടങ്ങിയെത്തുന്നു. കളി തുടങ്ങുന്ന ഘട്ടത്തിൽ ഫസ്റ്റ് റൗണ്ടിന് മുമ്പിട്ട പവർ റാങ്കിങ്ങിൽ അവർ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പടിപടിയായി CSKയുടെ ബൗളിംഗ് പ്രശ്നങ്ങൾ ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുകയാണ്. നഥാൻ എല്ലിസ് ഇല്ലാത്തത്, പകരം വന്ന സ്പെൻസർ ജോൺസൺ ഇതുവരെ ടീമിനൊപ്പം ജോയിൻ ചെയ്യാത്തത്, ഇതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ കളിയിൽ ഒരു ചില പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് സഞ്ജു സാംസൺ ഫോമായി എന്നുള്ളത് മാത്രമല്ല, സഞ്ജു ഫോമാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. സഞ്ജു 1-2 കളി മോശമായതുകൊണ്ട് സഞ്ജുവിനെ എഴുതി തള്ളുന്നവർക്ക് അങ്ങനെ എഴുതി തള്ളാം. സഞ്ജു ഇല്ലാതാവും, സഞ്ജുവിൻ്റെ പെർഫോമൻസ് അങ്ങ് നിലച്ചു പോകുമെന്ന് കരുതുന്നവർ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കാണുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ സഞ്ജു എന്ന ക്ലാസ് പ്ലെയർ ഇവിടെ ഉണ്ടാവും, അദ്ദേഹം 1-2 കളി മോശമായെന്ന് വിചാരിച്ച് ആരും എഴുതിത്തള്ളേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഫോമല്ല കഴിഞ്ഞ കളിയിൽ ഉണ്ടായ പോസിറ്റീവ് വിഷയമായിട്ട് ഞാൻ പറയുന്നത്. അത് ജെയ്മി ഒവേർട്ടൺ കൃത്യമായ സമയത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അവരുടെ ബൗളിങ്ങിനെ നയിച്ചിടത്താണ് കാര്യം കിടക്കുന്നത്. അവിടെയാണ് ആ ഒരു പോസിറ്റീവ്നെസ് കിടക്കുന്നത്. ഋതു കളിക്ക് ശേഷം പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ബൗളിങ്ങിൽ ഒരു എക്സ് ഫാക്ടർ ഇല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഉള്ളവർ കൃത്യമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രകടനം നടത്തണം, അപ്പോൾ റിസൾട്ട് വരും. അത് തന്നെയാണല്ലേ സംഭവിച്ചത്. അൻഷുൽ കമ്പോജും അതുപോലെ തന്നെ നമ്മുടെ ജെയ്മി ഒവേർട്ടനും ഒക്കെ ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. ജെയ്മി ഒവേർട്ടൻ 4 ഓവറിൽ 18 റൺസിന് 4 വിക്കറ്റാണ് വീഴ്ത്തിയത് DC-ക്കെതിരെ. ഒവേർട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ഡിസംബറിൽ ബിഗ് ബാഷ് മുതൽ ഞാൻ നല്ല ഒരു ഫീലിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്, ആ ഒരു മൊമെൻറ്റം ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അങ്ങനെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ വന്നാൽ ബൗളിങ്ങിൽ എക്സ് ഫാക്ടർ ഇല്ല എന്നുള്ള പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. പിന്നെ നൂർ അഹമ്മദിൽ നിന്ന് കൂടുതൽ മികവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് CSK ആരാധകർക്ക് പറയാനുണ്ടാവുക. ഏതായാലും CSK ചില പോസിറ്റീവ് സൈനുകൾ നൽകുന്നു. CSK ഈസ് അറ്റ് നമ്പർ 7. ഇനി പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തേക്ക് വരുന്നു LSG. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ LSG ഈ പറഞ്ഞ പോലെ 5ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു സ്ഥാനം അവർ താഴേക്ക് പോകുന്ന കാഴ്ചയാണിപ്പോൾ. LSG ഇപ്പോൾ കഴിഞ്ഞ കളി പരാജയപ്പെടുന്നത് കണ്ടു, GTയോട് പരാജയപ്പെട്ടു. അവരുടെ ബാറ്റിങ്ങിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നൊരു ഫീലിംഗാണ്. അതായത് മിച്ചൽ മാർഷ് ഇതുവരെ ഈ IPL ഫോമായിട്ടില്ല. നിക്കോളാസ് പൂറൻ അവർ വലിയ പ്രതീക്ഷ വെക്കുന്ന താരമാണ്, പക്ഷേ പൂറനും ഇതുവരെ വേണ്ടുവത്ത് ഫോമായിട്ടില്ല. പന്ത് ഒറ്റ കളിയിലാണ് ഫോമായത്. അപ്പോൾ ഇങ്ങനെയുള്ള
പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിച്ചേ പറ്റൂ. കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ബാറ്റിംഗ് നിര എന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് പരിഹരിക്കുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മുടെ ഈ പുതിയ പവർ റാങ്കിങ്ങിൽ LSG വരുന്നത് 6-ാം സ്ഥാനത്താണ്. DC അറ്റ് നമ്പർ 5. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ DC നമ്പർ 4-ലായിരുന്നു. DC ഇതാ നമ്പർ 5-ലേക്ക് വീണിരിക്കുകയാണ്. DC CSKയോട് തോറ്റു. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ താഴേക്ക് പോകാനുള്ളൊരു കാര്യം അതാണ്. അതുകൂടാതെ അതിനു മുമ്പുള്ള മത്സരത്തിൽ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന കളി ആ ഒരു റണ്ണ് ഡേവിഡ് മില്ലർ ഓടാതെ നശിപ്പിച്ച് അവർ തോൽവിയിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ഷിഫ്റ്റിംഗ് അവിടെ കാണുന്നുണ്ട്. അത് തിരിച്ചടിയാകാതിരിക്കണമെങ്കിൽ അടുത്ത മത്സരത്തിൽ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിയേ പറ്റൂ. ഇപ്പോൾ സമീർ റിസ്വി അത് 2 കളിയിൽ മികവ് കാണിച്ചു. അതിനുശേഷം എന്താ ഉണ്ടായത്? പിന്നെ ഗോൾഡൻ ഡക്ക് കഴിഞ്ഞ കളി 6. പിന്നെ അതുപോലെ തന്നെ KL രാഹുൽ ഒന്ന് ഫോമായി വന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ കളിയിൽ അതേ മികവ് ആവർത്തിക്കാൻ പറ്റില്ല. പത്തുൻ നിസാങ്കയുടെ പ്രകടനം അവർക്ക് പോസിറ്റീവാണ്. പിന്നെ സ്റ്റബ്സിനോടൊപ്പം നിൽക്കാൻ മറ്റു ബാറ്റർമാർ തയ്യാറാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് അവർക്കുണ്ട്. ബട്ട് സ്റ്റിൽ മികച്ച ടീം തന്നെയാണ്. സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പവർ റാങ്കിൽ അവർ 5-ാം സ്ഥാനത്ത് വരുന്നത്. പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്തേക്ക് കുതിപ്പ് നടത്തിയിരിക്കുകയാണ് GTയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആഫ്റ്റർ ഓപ്ഷൻ നമ്മളിട്ട പവർ റാങ്കിങ്ങിൽ അവർ 9-ാമതായിരുന്നു. കളി ആരംഭിക്കുന്നതിന് മുമ്പിട്ട പവർ റാങ്കിങ്ങിലും അവർ 9-ാമതായിരുന്നു. പിന്നെ അവർ 10-ാം സ്ഥാനത്തേക്ക് വീണു. 10, 9, 7 ഈ രൂപത്തിൽ നിന്നതാണ്. ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ അവർക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള 1-2 കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്ന കാഴ്ച. ഒന്ന്, ജോസ് ബട്ട്ലറുടെ ഫോം. വേൾഡ് കപ്പിലൊക്കെ വലിയ രൂപത്തിൽ നിരാശയുണ്ടാക്കി ഇംഗ്ലീഷ് ടീമിനെ പുറകോട്ടടിച്ചതിൽ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫോമില്ലായ്മ തന്നെയായിരുന്നു. ആ ജോസ് ബട്ട്ലർ ഇപ്പോൾ ഫോം തിരികെ പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 കളികളായിട്ട് മികച്ച ഫോമിലാണ്. ഇപ്പോൾ GTക്കെതിരെ ഇന്നലെ നടന്ന കളിയിൽ അദ്ദേഹം 37 പന്തിൽ നിന്നാണ് 60 റൺസ് അടിച്ചത്. ടീമിൻ്റെ വിജയത്തിന് അടിത്തറവാകിയത്. ശുഭൻ ഗിൽ തുടരെ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. ദെൻ ബൗളിങ്ങിൽ പ്രസിദ്ധ് കൃഷ്ണ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. സോ കാര്യങ്ങൾ അതുപോലെ തന്നെ റാഷിദ് ഖാൻ റണ്ണ് കഴിഞ്ഞ കളിയിലും കൊടുത്തില്ല, ഇപ്പോൾ ഇന്നലത്തെ കളിയിലും കൊടുത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഓപ്ഷൻസ് കൃത്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നു. അത് ക്ലിക്കാവുന്നു. ഒരു പോസിറ്റീവ് മൊമെൻറ്റും ആ ടീമിനുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. ഈ മൊമെൻറ്റം അവർ കീപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ GT അറ്റ് നമ്പർ 4. ദെൻ പവർ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. അതെങ്ങനെയുണ്ടോ? 6 കളിച്ച കളിയൊക്കെ ജയിച്ചില്ലേ, 1-ാമതല്ലേ. പിന്നെ തൻ്റെ ഒരു അപഗ്രഥനം എന്നൊക്കെ പറഞ്ഞിട്ട് 3-ാം സ്ഥാനം കൊടുക്കുന്നത്. രാജസ്ഥാൻ്റെ മികവ്. ഇപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. രാജസ്ഥാനാണ് നമ്മുടെ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴുള്ള പവർ റാങ്കിങ്ങിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത്, 10-ാം സ്ഥാനത്ത്. അത് കഴിഞ്ഞ് കളി ആരംഭിക്കുന്നതിന് മുമ്പുള്ള പവർ റാങ്കിൽ അവർ 10-ാം സ്ഥാനത്ത്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ അവർ 6-ാം സ്ഥാനത്തേക്ക് വന്നു. സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ അവർ 5-ാം സ്ഥാനത്തേക്ക് വന്നു. തേർഡ് റൗണ്ടിൽ അവർ 2-ാം സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ സ്ലൈറ്റായിട്ടൊരു താഴേക്ക് RR. അത് RRൻ്റെ കളി മോശമായതുകൊണ്ടല്ല, RCB നൽകുന്ന പ്രതീക്ഷ അത് വെച്ചുകൊണ്ടാണ്. അവരുടെ ടീമിനുണ്ടായിട്ടുള്ളൊരു മാറ്റം കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്. എന്നല്ലാതെ RR മോശം കളി കളിച്ചു എന്നല്ല ഇതിനർത്ഥം. ഇനി RRൻ്റെ ഈ കുതിപ്പിൻ്റെ പുറകിലുള്ള ചില കാര്യങ്ങളും അത് എത്രത്തോളം അവർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ നോക്കേണ്ടത്. RRൻ്റെ ഈ വിജയത്തിൻ്റെ ഒക്കെ അടിത്തറ എന്താണ്? വൈഭവ് സൂര്യവംശിയുടെ പൊളിച്ചെടുക്കലാണ്. വൈഭവ് സൂര്യവംശി പൊളിച്ചെടുക്കുന്നു. ഒപ്പം യശസ്വി ജയ്സ്വാളും മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു. ഇപ്പോൾ RCBക്കെതിരെയുള്ള കളിയിൽ ജയ്സ്വാൾ 13 റൺസ് അടിച്ചുള്ളൂ. ജുറൽ പോസിറ്റീവായിട്ട് 2 കളിയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം, നമ്മൾ RR ഭാവിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുള്ളത് അവരുടെ മിഡിൽ ഓർഡറിൻ്റെ കാര്യത്തിലാണ്. ഹെറ്റി ഇതുവരെ ഫോമായിട്ടില്ല. ജഡേജ പഴയ ജഡേജയല്ല. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ശരിയാണ്, അദ്ദേഹം സന്ദർഭത്തിനനുസരിച്ച് 25 പന്തിൽ 24 റൺസ് അടിച്ചു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജുറലിന് കൂട്ടുനിന്നു. പക്ഷേ നന്നായി ആക്സലറേറ്റ് ചെയ്ത് കളിക്കേണ്ട ഘട്ടത്തിൽ പഴയ ജഡേജ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കാലം കടന്നുപോയി എന്ന തോന്നലാണ് അദ്ദേഹം അത്തരം ഘട്ടങ്ങളിൽ ബാറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നത്. സോ മിഡിൽ ഓർഡറിൽ പ്രശ്നമുണ്ട്. പിന്നെയുള്ളത് ക്യാപ്റ്റൻ റിയാൻ പരാഗാണ്.
അത് കളി മുന്നോട്ട് പോകുന്തോറും എക്സ്പോസ്ഡ് ആവില്ലേ? ഗോഹട്ടിയിലെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നു. ഇനിയിപ്പോൾ ഗോഹട്ടി ലെഗ് ഓഫ് മാച്ചസ് കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാവും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. എനിവേ വൈഭവ് സൂര്യവംശി തന്നെയാണ് അവരുടെ ഐക്കൺ. അത് ഒരു വല്ലാത്ത സ്റ്റോറിയാണ്. നമ്മൾ റാഫ് ടോക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റാഫ് ടോക്ക് ക്രിക്കറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നല്ല രൂപത്തിൽ ഇപ്പോൾ സുഹൃത്തുക്കൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള വീഡിയോകൾ അവിടെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് എടുത്ത് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ഈ പയ്യൻ നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. സോ രാജസ്ഥാൻ റോയൽസ് അറ്റ് നമ്പർ 3. അറ്റ് നമ്പർ 2 RCB. വാവ്! RCBയുടെ പെർഫോമൻസ് ഇപ്പോൾ ഇന്നലത്തെ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ടോസ് നഷ്ടപ്പെട്ടു. വാങ്കഡയിൽ ടോസ് നഷ്ടപ്പെട്ട തീർന്നടാ നീ തീർന്ന് എന്ന് പറയേണ്ട അവസ്ഥയല്ലേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്? ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനേക്കാൾ അനായാസം രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവന് ബാറ്റ് ചെയ്യാൻ പറ്റും ഡ്യൂവിൻ്റെ കാര്യം കൂടി വരുമ്പോൾ. അവിടെയാണ് ഈ ടോസ് തങ്ങൾക്ക് എതിരായിട്ട് വന്നപ്പോൾ RCB ഒരു തീരുമാനമെടുത്തത്. ഹൈ സ്കോർ ചെയ്യുക, വേറെ മാർഗ്ഗമില്ല. ഹൈ സ്കോറിങ് നടത്തുക. ആ ഹൈ സ്കോറിങ് നടത്തുമ്പോൾ ആ ഗ്രൗണ്ടിൽ ഇതുവരെ പിറന്ന ഏറ്റവും ഉയർന്ന സ്കോർ തന്നെ അവരങ്ങ് അടിച്ചുകൂട്ടി. അവിടെയാണ് അവരുടെ വിജയത്തിൻ്റെ അടിത്തറ യഥാർത്ഥത്തിൽ പാകപ്പെടുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടെന്നേ. അതായത് അവരുടെ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് പ്രതീക്ഷത്ര വേഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം 38 പന്തുകളിൽ 50 റൺസ് അടിച്ചത്, 131.58 സ്ട്രൈക്ക് റേറ്റ്. ആ പിച്ച് അതിനുള്ളതല്ല. ആ പിച്ച് ശരവേഗത്തിൽ സ്കോർ ചെയ്ത് പോകാനുള്ളതാണ്. കോഹ്ലി അല്ലാത്ത മറ്റ് ബാറ്റർമാർ 83 പന്തുകളിൽ നിന്ന് 213.25 സ്ട്രൈക്ക് റേറ്റിൽ 177 റൺസ് അടിച്ചു. അവിടെയാണ് ആ വിജയം. അത് തന്നെയാണ് ഇപ്പോഴത്തെ RCBയുടെ ഏറ്റവും വലിയ കരുത്തും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല അവർ പോകുന്നത്. ടീം സ്പിരിറ്റ് നന്നായിട്ടുണ്ട്. ടുഗെദർ അവർ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയാണ്. ടുഗെദർ വി ക്യാൻ മേക്ക് വാണ്ടേഴ്സ് എന്ന് പറയാറില്ലേ, അതാണിപ്പോൾ RCB ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ PBKS. നമ്മൾ ഇത്തവണത്തെ പവർ റാങ്കിങ് ആദ്യ റൗണ്ട് അവതരിപ്പിക്കുമ്പോൾ PBKS ആയിരുന്നു ഒന്നാമത്. രണ്ടാമത്തെ പവർ റാങ്കിങ്ങിൽ PBKS ആയിരുന്നു ഒന്നാമത്. മൂന്നാമത്തെ പവർ റാങ്കിങ്ങിൽ PBKS ആയിരുന്നു ഒന്നാമത്. നാലാമത്തെ പവർ റാങ്കിങ്ങിൽ PBKS ആയിരുന്നു ഒന്നാമത്. ഇപ്പോൾ 5ാമത്തെ എപ്പിസോഡിലും PBKS തന്നെയാണ് ഒന്നാമത്. കാരണം ഇതുവരെ ഈ IPLൽ ഏറ്റവും മികച്ച ടീമെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ടീം അവരുടേതാണ്. വെൽ ബാലൻസ്ഡ് സ്ക്വാഡാണ്. അതിനൊത്ത റിസൾട്ടും അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മഴ പെയ്ത് കളി പോയതുകൊണ്ട് ഒരു പോയിൻ്റ് നഷ്ടപ്പെട്ടു എന്നതൊഴികെ ബാക്കി കളിച്ച കളികളൊക്കെ അവർ മികച്ച രൂപത്തിൽ തന്നെ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ SRHനെതിരെ അവർ 6 വിക്കറ്റിനാണ്, അതായത് 219 SRH അടിക്കുമ്പോൾ അതിനവർ ചേസ് ചെയ്ത രീതി ഒന്ന് നോക്കണം. അവരുടെ ഓപ്പണർമാരുടെ കരുത്തൊന്ന് നോക്കണം. പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്ന് അടിച്ചങ്ങ് പറത്തിയിട്ട് അങ്ങനെ ഇല്ലാതാക്കുന്നു SRHനെ. പിന്നാലെ ശ്രേയസ് അയ്യർ ഇപ്പം ഇന്നും ഫോമിലാണ്. പിന്നെ അങ്ങനെ സ്റ്റോയിനിസും യൻസനും അടങ്ങുന്ന ഓൾറൗണ്ടർമാരുടെ നിരയുണ്ട്. ഹർഷ്ദീപ് സിംഗും പിന്നെ സാവ്യ ബാട്ട്ലറ്റും യശ്വന്ത് ചാഹലുമൊക്കെ അടങ്ങുന്ന മികച്ച രൂപത്തിലുള്ള ബൗളിംഗ് ലൈനപ്പും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് അവർക്കുണ്ട്. സോ നമ്മുടെ പവർ റാങ്കിങ്ങിൽ വീണ്ടും 1ാം സ്ഥാനം റിറ്റെയിൻ ചെയ്യുന്നു PBKS. ഇത്തവണ നിലവിൽ ഏറ്റവും അധികം കിരീട സാധ്യത PBKSനാണ്. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറഞ്ഞു പോകാം. നമ്പർ 1 PBKS, നമ്പർ 2 RCB, നമ്പർ 3 രാജസ്ഥാൻ റോയൽസ്, നമ്പർ 4 GT, നമ്പർ 5 DC, നമ്പർ 6 LSG, നമ്പർ 7 CSK, നമ്പർ 8 MI, നമ്പർ 9 SRH, നമ്പർ 10 KKR. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.